സദഖത്തു ബുർഹാനുൻ, സദഖ തെളിവാണ്, അഥവാ ഈമാനുണ്ട് എന്നതിൻ്റെ തെളിവാണ് ധർമ്മം ചെയ്യൽ, ദാനം ചെയ്യൽ, സദഖ കൊടുക്കൽ. അപ്പോൾ ഈമാനുള്ളവർക്ക് മാത്രമേ സദഖ കൊടുക്കുവാൻ കഴിയുകയുള്ളൂ, വർദ്ധിപ്പിക്കാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ പറയുന്നുവല്ലോ, ഫസനുയസ്സിറുഹു ലിൽ യുസ്ര, യുസ്രയിലേക്ക് നാം എളുപ്പമാക്കി കൊടുക്കുന്നതാണ് എന്ന് ആശയം വരുന്ന ആയത്ത് കാണാവുന്നതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിലെ യുസ്ര എന്ന പരാമർശത്തിന് വിശദീകരണം നൽകുന്നത്, യഅനി ലിൽ ഖൈർ, നന്മയിലേക്കുള്ള വഴികൾ സദഖ കൊടുക്കുന്നവന്, ദാനധർമ്മികൾക്ക് അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കും എന്നാണ്. അതുപോലെ തന്നെ മുൻകാല മഹാന്മാർ പറയുന്നു, മുൻഗാമികൾ രേഖപ്പെടുത്തുന്നു, മിൻ സവാബിൽ ഹസനത്തി അൽ ഹസനത്തു ബഅദഹ, ഒരാൾ ഒരു നന്മ ചെയ്താൽ അതിൻ്റെ പ്രതിഫലത്തിൽപ്പെട്ടതാണ് മറ്റൊരു നന്മ ചെയ്യാൻ അല്ലാഹു അദ്ദേഹത്തിനെ സജ്ജമാക്കുന്നു എന്നത്. അപ്പോൾ നന്മ ചെയ്യുന്നവർ പിന്നെയും നന്മ ചെയ്യുന്നു എന്നത് ആദ്യത്തെ നന്മയ്ക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു പ്രതിഫലത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്രകാരം തന്നെ വമിൻ ജസാഇ സയ്യിഅത്തി അസ്സയ്യിഅത്തു, ഒരാൾ ഒരു തിന്മ ചെയ്താൽ പിന്നെയും അയാൾ തിന്മയുടെ വഴികളിലേക്ക് ചേക്കേറാനുള്ള പ്രവണതകൾ കാണിക്കുന്നു. അപ്പോൾ പാപവഴിയിലേക്ക് പ്രവേശിച്ചവന് പിന്നെയും പാപങ്ങൾ ചെയ്യാനുള്ള ത്വര കൂടുകയാണ്. അത് തുടങ്ങിവെച്ച പാപത്തിനുള്ള ശിക്ഷയായിട്ടാണ് അല്ലാഹു തആല കൊടുത്തിരിക്കുന്നത്. അതിനായി ദാനധർമ്മങ്ങളിലൂടെ പൂർണ്ണമായും നന്മയുടെ വഴിയിലേക്ക് കടക്കുന്നവർക്ക് അല്ലാഹു തആല വീണ്ടും വീണ്ടും നന്മയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നു. തിന്മ രുചിച്ച് ഹരം പിടിച്ചവന് പിന്നെയും പിന്നെയും തിന്മയിൽ മുന്നേറാനുള്ള ത്വരയാണ് ശിക്ഷയായി കൊടുക്കുന്നത്.